പശ്ചിമഘട്ടത്തിൻ്റെ അതിർത്തിയിൽ കാടിൻ്റെ വന്യതയും ഗ്രാമത്തിൻ്റെ നിഷ്കളങ്കതയും വേർതിരിയുന്ന ഒരു ചെറിയ മലയോര ഗ്രാമമുണ്ട്. കല്ലുപാറ എന്നാണ് ആ നാടിൻ്റെ പേര്. പകൽ സമയത്ത് പോലും വലിയ മരങ്ങൾ തണൽ വിരിക്കുന്ന, എപ്പോഴും കോടമഞ്ഞിറങ്ങുന്ന ഒരു പ്രദേശം. അവിടുത്തെ മനുഷ്യർക്ക് കൃഷിയായിരുന്നുവെല്ലാം. കാടിനോട് ചേർന്നുള്ള മണ്ണിൽ അവർ വാഴയും മരച്ചീനിയും നട്ടുനനച്ച് വളർത്തി. കാട്ടുകന്നികളുടെ ശല്യം ആ നാട്ടിൽ എപ്പോഴുമുള്ളതാണ്. രാത്രിയായാൽ ചില കൂട്ടങ്ങൾ ഇറങ്ങി വന്ന് കൃഷി നശിപ്പിച്ച് മടങ്ങിപ്പോകും. അതിനെ ഓടിക്കാൻ നാട്ടുകാർ പാട്ട കൊട്ടുകയും തീപ്പന്തങ്ങൾ കാണിച്ച് പേടിപ്പിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. അതൊരു വലിയ പ്രശ്നമായി ആരും കണ്ടിരുന്നില്ല. പ്രകൃതിയുടെ ഒരു പങ്ക് കാടിനുള്ളതാണെന്ന് അവർ വിശ്വസിച്ചു. എന്നാൽ ആ തുലാവർഷക്കാലത്ത് കാര്യങ്ങൾ പൂർണ്ണമായും മാറിമറിഞ്ഞു. കാട്ടിൽ നിന്ന് ഇത്തവണ ഗ്രാമത്തിലേക്ക് ഇറങ്ങിയത് ഒരു സാധാരണ പന്നിയായിരുന്നില്ല. ഇരുട്ടിൻ്റെ നിറമുള്ള ഒരു വലിയ കാട്ടുപോത്തിൻ്റെ അത്രയും വലിപ്പമുള്ള അതിഭയാനകനായ ഒരു കാട്ടുപന്നി. ഒറ്റ നോട്ടത്തിൽ തന്നെ ആളുകളെ വിറപ്പിക്കുന്ന രൂപം. അതിൻ്റെ കണ്ണുകൾക്ക് എപ്പോഴും തീക്കനലിൻ്റെ ചുവപ്പ് നിറമായിരുന്നു. രാത്രികളിൽ കൃഷിയിടങ്ങളിലേക്ക് അത് ഇറങ്ങി വന്നാൽ പിന്നെ അവിടെ ഒന്നും ബാക്കിയുണ്ടാകില്ല. വാഴയും ചേമ്പും മാത്രമല്ല, വലിയ തെന്നുകൾ വരെ അതതിൻ്റെ ഭീമനായ കൊമ്പുകൾ കൊണ്ട് കുത്തിമറിച്ചിട്ടു. അതൊരു വിശപ്പ് മാറ്റാനുള്ള വരവായിരുന്നില്ല, കൊടിയ ദേഷ്യം തീർക്കാനുള്ള വരവായിരുന്നു. അതിനേക്കാളൊക്കെ ഗ്രാമീണരെ വല്ലാതെ ഭയപ്പെടുത്തിയത് മറ്റൊന്നായിരുന്നു. സാധാരണ പന്നികൾ മനുഷ്യരെ കണ്ടാൽ ഓടിമറയാറാണ് പതിവ്. എന്നാൽ ഈ പന്നി ആളുകളെ കണ്ടാൽ ഒട്ടും ഭയന്നില്ല. പകരം ആളുകളുടെ നേർക്ക് കൊടിയ ദേഷ്യത്തോടെ പാഞ്ഞെടുത്തു. അതിലെ കൂർത്ത കൊമ്പുകൾക്ക് വാളിനേക്കാൾ മൂർച്ചയുണ്ടായിരുന്നു. ആദ്യത്തെ ആക്രമണം നടന്നത് ഗ്രാമത്തിലെ ഒരു കാവൽക്കാരന് നേരെയാണ്. രാത്രിയിൽ ടോർച്ചുമായി കൃഷിയിടത്തിൽ പോയ അയാൾ ആ ഭീകരനെ നേരിട്ട് കണ്ടു. വെളിച്ചം കണ്ടതും ആ പന്നി അയാളുടെ നേർക്ക് കുതിച്ചു വന്നു. തറനാരിഴയ്ക്കാണ് അയാൾ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടത്. അന്നത്തെ ആ ഓട്ടത്തിൽ അയാളുടെ സമനില പകുതിയും തെറ്റിയിരുന്നു. അന്ന് രാത്രി ആ ഭീകരൻ 2 വലിയ കാവൽ നായ്ക്കളെ അതിക്രൂരമായി കൊലപ്പെടുത്തി. നായ്ക്കളുടെ കുര കേട്ട് പുറത്തിറങ്ങിയ ആളുകൾ കണ്ടത് ചോരയൊലിപ്പിക്കുന്ന കൊമ്പുകളുമായി ഇരുട്ടിൽ നിൽക്കുന്ന ആ വലിയ മൃഗത്തെയാണ്. ചുവന്ന കണ്ണുകളോടെ അത് ആടുകളെ നോക്കി ഒന്ന് ചീറ്റി. പിന്നെ യാതൊരു ഭയവുമില്ലാതെ കാട്ടിലേക്ക് നടന്നു മറിച്ചു. അതോടെ ആ നാട്ടിൽ വല്ലാത്തൊരു മരണഭയം പറന്നു. രാത്രിയായാൽ വീടിന് മുറ്റത്തേക്കിറങ്ങാൻ പോലും ആളുകൾക്ക് പേടിയായി. ഇരുട്ടിയാൽ വീടുകളുടെ വാതിലുകൾ ഇരട്ടത്താഴിട്ട് പൂട്ടും. ആ പന്നിയുടെ രൂപം ഒരു പേടി സ്വപ്നമായി ഗ്രാമത്തെ വേട്ടയാടാൻ തുടങ്ങി. അതിനെ ഇല്ലാതാക്കാൻ ഗ്രാമീണർ ഒത്തുചേർന്ന് ചില തീരുമാനങ്ങളെടുത്തു. പന്നിയെ കൊല്ലാൻ വേണ്ടി നാട്ടുകാർ ആദ്യം തിരഞ്ഞെടുത്തത് അവരുടെ ഏറ്റവും പഴയ രീതിയായിരുന്നു. പന്നിപ്പടക്കം വെച്ച് അതിനെ കൊല്ലുക. വലിയ മാംസകഷ്ണങ്ങളിൽ സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിച്ചു വെച്ച് കൃഷിയിടങ്ങളിൽ അവർ കെവനികൾ ഒരുക്കി. സാധാരണ പന്നികൾ അത് കടിക്കുമ്പോൾ തന്നെ തല പൊട്ടിത്തെറിച്ച് ചാവാറാണ് പതിവ്. വളരെ അപകടം പിടിച്ച ഒരു രീതിയായിരുന്നു അത്. എങ്കിലും ഗ്രാമത്തെ രക്ഷിക്കാൻ അവർക്ക് വേറെ വഴിയില്ലായിരുന്നു. അന്ന് രാത്രി കനത്ത മഴയായിരുന്നു. ഗ്രാമത്തിലെ ചില ധൈര്യശാലികൾ മരങ്ങൾക്ക് മുകളിൽ കയറി ഒളിഞ്ഞിരുന്ന് കാത്തിരുന്നു. പാതിരാത്രി കഴിഞ്ഞപ്പോൾ കാടിൻ്റെ അതിർത്തിയിൽ നിന്ന് ആ ഭീകരൻ പതിയെ നടന്നു വന്നു. ഇരുട്ടിൽ അതിൻ്റെ ചുവന്ന കണ്ണുകൾ അവർക്ക് വ്യക്തമായി കാണാമായിരുന്നു. അത് നേരെ വന്നത് അവർ ഒരുക്കി വെച്ച ആ വലിയ കെണിയിലേക്കാണ്. മാംസത്തിൻ്റെ ഗന്ധം അതിനെ വല്ലാതെ ആകർഷിച്ചു. മരത്തിന് മുകളിലിരുന്നവർ ശ്വാസമടക്കി പിടിച്ച് ആ കാഴ്ച നോക്കി നിന്നു. അത് ആ വലിയ മാംസകഷ്ണം വായിലാക്കി ഒറ്റക്കടി കടിച്ചു. ഗ്രാമത്തെ ഒന്നാകെ നടുക്കിക്കൊണ്ട് വലിയൊരു പൊട്ടിത്തെറി അവിടെ ഉണ്ടായി. വെടിയൊച്ചയേക്കാൾ ഭയാനകമായ ശബ്ദം. ആ കൃഷിയിടം മുഴുവൻ പുക കൊണ്ടു നിറഞ്ഞു. പന്നി അവിടെ തന്നെ ചത്തുവീണു എന്ന് മരത്തിന് മുകളിലിരുന്നവർ ഉറപ്പിച്ചു. അവർ സന്തോഷത്തോടെ താഴെ ഇറങ്ങാൻ തയ്യാറായി. എന്നാൽ ആ കനത്ത പുകയൽക്കിടയിലൂടെ പെട്ടെന്ന് ഒരു വലിയ അനക്കമുണ്ടായി. അവരുടെ ശ്വാസം തൊണ്ടയിൽ കുരുങ്ങി. സ്ഫോടനത്തിൻ്റെ പുക അടങ്ങിയപ്പോൾ അവർ കണ്ട കാഴ്ച അതിഭയാനകമായിരുന്നു. ആ ഭീമൻ പന്നിക്ക് യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ദേഹത്ത് ഒരു ചെറിയ പോറൽ പോലും ആ പടക്കമുണ്ടാക്കിയിരുന്നില്ല. അത് ചാവുന്നതിന് പകരം പടക്കം പൊട്ടിയ ദേശത്തിൽ കൂടുതൽ ഭയാനകമായി ചീറ്റാൻ തുടങ്ങി. മരത്തിന് മുകളിലിരുന്ന ആളുകളുടെ നേർക്ക് അത് കുതിച്ചു ചാടാൻ ശ്രമിച്ചു. ആ പന്നിയുടെ കൊമ്പുകൾ മരത്തടിയിലിടിച്ചപ്പോൾ
വലിയ മരങ്ങൾ വരെ വിറച്ചുപോയി. ജീവൻ തിരികെ കിട്ടിയ സന്തോഷത്തിൽ ആളുകൾ നേരം വെളുക്കുന്നതുവരെ മരത്തിന് മുകളിൽ തന്നെ പേടിച്ചിരുന്നു. പിറ്റേന്ന് രാവിലെ ഈ വാർത്ത ഗ്രാമം മുഴുവൻ പരന്നു. ചിലർ നാടൻ തോക്കുകൾ ഉപയോഗിച്ച് അതിനെ വെടിവെക്കാൻ തീരുമാനിച്ചു. അടുത്ത രാത്രിയിൽ അവർ തോക്കുകളുമായി കാത്തിരുന്ന് അതിനു നേരെ വെടിയുതിർത്തു. എന്നാൽ ആ പന്നിയുടെ ദേഹത്ത് നാടൻ വെടിയുണ്ടകൾ ഏറ്റിരുന്നില്ല. കട്ടിയുള്ള വലിയ ഇരുമ്പിൽ തട്ടുന്നതുപോലെ വെടിയുണ്ടകൾ താഴെ വീണു. അതോടെ അതൊരു സാധാരണ മൃഗമല്ലെന്ന് ഗ്രാമത്തിലെ കാരണവന്മാർക്ക് ഉറപ്പായി. ഏതോ വലിയ മന്ത്രവാദി ഇരുട്ടിൽ പൂജിച്ചെടുത്ത കൊടിയ ദുർമന്ത്രവാദത്തിൻ്റെ രൂപമാണതെന്ന് അവർ പറഞ്ഞു. ആ ഗ്രാമത്തെ ഒന്നാകെ നശിപ്പിക്കാൻ വന്ന കാടിൻ്റെ കറുത്ത ശാപം. സാധാരണ ആയുധങ്ങൾ കൊണ്ട് അതിനെ തൊടാൻ പോലും കഴിയില്ല. ആ സമയത്താണ് ഗ്രാമത്തലവൻ രാഘവനെ അന്വേഷിച്ചു പോകുന്നത്. കല്ലുപാറയിലെ ഏറ്റവും മികച്ച നാടൻ വേട്ടക്കാരനാണ് രാഘവൻ. ഒരു ഒറ്റക്കുഴൽ നാടൻ തോക്കും കാടിൻ്റെ മുക്കും മൂരയും അറിയാവുന്ന കൂർമ്മ ബുദ്ധിയുമായിരുന്നു രാഘവൻ്റെ ഏറ്റവും വലിയ ആയുധം. ആ നാടിൻ്റെ അവസാനത്തെ പ്രതീക്ഷ രാഘവനായിരുന്നു. സായിപ്പന്മാരെ പോലെ കാട്ടിൽ പോയി വലിയ മൃഗങ്ങളെ വെറുതെ കൊന്നു രസിക്കുന്നവനല്ല രാഘവൻ. നാടിന് ശല്യമാകുന്ന മൃഗങ്ങളെ മാത്രം ഇല്ലാതാക്കുന്ന ഒരു യഥാർത്ഥ നാടൻ വേട്ടക്കാരൻ. ഗ്രാമത്തലവൻ്റെ വിളി വന്നപ്പോൾ തന്നെ രാഘവൻ തൻ്റെ പഴയ ഒറ്റക്കുഴൽ തോക്കെടുത്ത് കല്ലുപാറയിലേക്ക് തിരിച്ചു. കാര്യങ്ങൾ കേട്ടറിഞ്ഞപ്പോൾ തന്നെ ഇതിൽ വലിയൊരു ദുരൂഹതയുണ്ടെന്ന് അയാൾക്ക് തോന്നി. രാഘവൻ ആദ്യം പോയത് പന്നി അവസാനമായി ഇറങ്ങിയ ആ വലിയ കൃഷിയിടത്തിലേക്കാണ്. അവിടെ മണ്ണിൽ പതിഞ്ഞ കാൽപ്പാടുകൾ അയാൾ വളരെ സൂക്ഷ്മമായി പരിശോധിച്ചു. സാധാരണ പന്നികളുടെ കാൽപ്പാടുകൾ പോലെയല്ല അത്. അതിന് അസാധാരണമായ വലിപ്പമുണ്ടായിരുന്നു. കാൽപ്പാടുകൾക്ക് നടുവിലായി ഒരു പ്രത്യേകതരം അടയാളം മണ്ണിൽ പതിഞ്ഞിരുന്നത് രാഘവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഏതോ മന്ത്രത്തകരിൽ വരച്ചിരിക്കുന്നത് പോലുള്ള ഒരു പ്രത്യേക ചിഹ്നം. ആ കാൽപ്പാടുകൾ കണ്ടപ്പോൾ രാഘവന് കാര്യങ്ങൾ പതുക്കെ മനസ്സിലാകാൻ തുടങ്ങി. ഇതൊരു സാധാരണ മൃഗമല്ലെന്നും ഇതിന് പിന്നിൽ വലിയൊരു കറുത്ത ശക്തി പ്രവർത്തിക്കുന്നുണ്ടെന്നും അയാൾക്ക് ഉറപ്പായി. അതെന്താണെന്ന് നേരിട്ട് കാണാൻ തന്നെ രാഘവൻ തീരുമാനിച്ചു. അന്ന് രാത്രി രാഘവൻ തൻ്റെ നാടൻ തോക്കുമായി പന്നിയെ കാത്തിരുന്നു. മരത്തിനു മുകളിലല്ല, മറിച്ച് കൃഷിയിടത്തിൻ്റെ അതിർത്തിയിലുള്ള ഒരു വലിയ പാറയ്ക്ക് പിന്നിലാണ് അയാൾ ഒളിച്ചിരുന്നത്. മൃഗത്തിൻ്റെ യഥാർത്ഥ ശക്തി എത്രത്തോളമുണ്ടെന്ന് അയാൾക്കറിയണമായിരുന്നു. പാതിരാത്രി കഴിഞ്ഞപ്പോൾ കനത്ത ഇരുട്ടിൽ ദൂരെ നിന്ന് അത് നടന്നു വരുന്നത് അയാൾ കണ്ടു. അതിൻ്റെ കൂർത്ത കൊമ്പുകൾക്ക് നിലാവെളിച്ചത്തിൽ വലിയ തിളക്കമുണ്ടായിരുന്നു. ശ്വാസമറക്കിപ്പിടിച്ച് രാഘവൻ ആ ഭീകര രൂപത്തെ നോക്കി നിന്നു. രാഘവൻ ഒട്ടും സമയം കളയാതെ തോക്കെടുത്ത് അതിൻ്റെ നെറ്റിയിലെ കൃത്യമായ ബിന്ദുവിലേക്ക് ലക്ഷ്യം വെച്ചു. കാടിനെ നടുക്കിക്കൊണ്ട് വലിയൊരു വെടിയൊച്ച ആ കൃഷിയിടത്തിൽ മുഴങ്ങി. കൃത്യം നെറ്റിയിൽ തന്നെ ആ വെടിയുണ്ട പതിച്ചു. എന്നാൽ രാഘവനെ ശരിക്കും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ പന്നി ഒന്ന് കുലുങ്ങുക പോലും ചെയ്തില്ല. നാടൻ തോക്കിലെ ഈയത്തിലുള്ള വെടിയുണ്ട അതിന് നെറ്റിയിൽ തട്ടി താഴെ വീണു. പന്നിക്ക് യാതൊരു പോറൽ പോലും ഏറ്റിരുന്നില്ല. വെടിയൊച്ച കേട്ട ദേഷ്യത്തിൽ അത് രാഘവന്റെ നേർക്ക് അതിശക്തമായി പാഞ്ഞെടുത്തു. അയാൾ വളരെ വേഗം തൊട്ടടുത്തുള്ള വലിയൊരു പ്ലാവിലേക്ക് വലിഞ്ഞുകയറി. ഒരു നിമിഷം വൈകിയിരുന്നെങ്കിൽ ആ ഭീമൻ കൊമ്പുകൾ രാഘവന്റെ ജീവൻ എടുക്കുമായിരുന്നു. മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ആ പന്നി മുകളിലേക്ക് നോക്കി ഭയാനകമായി ഗർജിച്ചു. ഒരു സാധാരണ പന്നി ഒരിക്കലും ഒരു മാംസഭോജിയെപ്പോലെ അങ്ങനെ ശബ്ദമുണ്ടാക്കില്ല. അപ്പോഴാണ് മരത്തിന് മുകളിൽ ഇരുന്നു കൊണ്ട് രാഘവൻ ആ വലിയ രഹസ്യം കാണുന്നത്. ആ പന്നിയുടെ കഴുത്തിൽ കറുത്ത ചരടിൽ കെട്ടിയ ഒരു ചെറിയ ചെമ്പ് തകിട് കിടപ്പുണ്ടായിരുന്നു. നിലാവെളിച്ചത്തിൽ ആ തകിട് തിളങ്ങുന്നുണ്ടായിരുന്നു. ആ മന്ത്രത്തകിടാണ് അതിനെ വെടിയുണ്ടകളിൽ നിന്നും സ്ഫോടനങ്ങളിൽ നിന്നും രക്ഷിക്കുന്നത് എന്ന് രാഘവൻ അപ്പോൾ കൃത്യമായി മനസ്സിലായി. ആ മന്ത്രത്തകിട് ഉള്ളിടത്തോളം കാലം അതിനെ കൊല്ലാൻ ലോകത്തൊരു ആയുധത്തിനും കഴിയില്ല എന്ന് രാഘവന് പൂർണ്ണമായും ഉറപ്പായി. പുലർച്ചെ വരെ ആ ഭീകരൻ മരച്ചുവട്ടിൽ തന്നെ നിന്നു. രാഘവനെ താഴെ ഇറക്കാൻ അത് മരത്തിൽ പലതവണ ശക്തിയായി ഇടിച്ചു. നേരം വെളുക്കാറായപ്പോൾ മാത്രമാണ് അത് കാട്ടിലേക്ക് മടങ്ങിപ്പോയത്. മരത്തിൽ നിന്നിറങ്ങിയ രാഘവൻ നേരെ ഗ്രാമത്തിലേക്ക് പോയില്ല. പകരം ആ പന്നിയുടെ കാൽപ്പാടുകൾ പിന്തുടർന്ന് കാടിൻ്റെ ഏറ്റവും ഉള്ളിലേക്ക് അയാൾ നടന്നു. കാടിൻ്റെ ഇരുണ്ട വശങ്ങൾ രാഘവന് കാണാപാഠമായിരുന്നു. മണിക്കൂറുകൾ നീണ്ട യാത്രക്കൊടുവിൽ അയാൾ കാടിൻ്റെ അതിർത്തിയോട് ചേർന്നുള്ള ഒരു പഴയ ഗുഹയുടെ അടുത്തെത്തി. വർഷങ്ങളായി ആരും തിരിഞ്ഞു നോക്കാത്ത ദുർമന്ത്രവാദികൾ രഹസ്യമായി പൂജ ചെയ്യുന്ന ഒരു പഴയ ഇടം.
അയാൾ വലിയ മരങ്ങൾക്ക് പിന്നിലൂടെ ശബ്ദമുണ്ടാക്കാതെ ഗുഹയുടെ അടുത്തേക്ക് ചെന്നു. രാഘവന്റെ ഊഹം 100% ശരിയായിരുന്നു. അവിടെ ഭയാനകമായ രൂപമുള്ള ഒരു മന്ത്രവാദി ഇരിപ്പുണ്ടായിരുന്നു. മുൻപ് ഗ്രാമത്തിലെ ഭൂമി തട്ടിയെടുക്കാൻ ശ്രമിച്ചതിന് നാടുകടത്തപ്പെട്ട ഭൈരവനെന്ന കൊടും ക്രൂരൻ. ഗ്രാമത്തോട് പകരം വീട്ടാൻ അയാൾ കണ്ടെത്തിയ വഴിയായിരുന്നു ഇത്. കാട്ടിലെ ഏറ്റവും വലിയ കാട്ടുപന്നിയെ കുരുക്കിട്ട് പിടിച്ച് മന്ത്രവാദം ചെയ്ത തകിട് കഴുത്തിൽ കെട്ടി അയാൾ ഗ്രാമത്തിലേക്ക് അഴിച്ചുവിട്ടു. പന്നി ഗ്രാമത്തെ നശിപ്പിക്കുമ്പോൾ അവിടെയുള്ളവർ പേടിച്ച് നാടുവിടുമെന്നും ആ ഭൂമി മുഴുവൻ സ്വന്തമാക്കാമെന്നും അയാൾ കണക്കുകൂട്ടി. ആ തകിട് തകർന്നാൽ മാത്രമേ പന്നി ചാകുകയുള്ളൂ എന്ന് രാഘവന് മനസ്സിലായി. എന്നാൽ ഒരു സാധാരണ വെടിയുണ്ട കൊണ്ട് ആ തകിട് തകർക്കാൻ ഒരിക്കലും കഴിയില്ല. അതിനായി രാഘവൻ നേരെ പോയത് ഗ്രാമത്തിലെ ഭഗവതി അമ്പലത്തിലേക്കാണ്. ഗ്രാമത്തിലെ ഏറ്റവും പഴക്കമുള്ള ഭഗവതി കാവ്. അവിടെ വെളിച്ചപ്പാടിനെ കണ്ട് അയാൾ കാറ്റിൽ കണ്ട കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞു. ആ കറുത്ത ശക്തിയെ ഇല്ലാതാക്കാൻ ദേവിയുടെ വലിയൊരു അനുഗ്രഹം രാഘവൻ ആവശ്യമായിരുന്നു. അമ്പലത്തിൽ പൂജിച്ച കുറച്ച് ഭസ്മവും തീർത്ഥവും രാഘവൻ വെളിച്ചപ്പാട് നിന്നും വാങ്ങി. തൻ്റെ ഒറ്റക്കുഴൽ തോക്കിലിടുന്ന ഈയത്തിലുള്ള വെടിയുണ്ടകൾ ആ തീർത്ഥത്തിൽ അയാൾ കഴുകിയെടുത്തു. ശേഷം ആ വെടിയുണ്ടകൾ ദേവിയുടെ ഭസ്മത്തിൽ പൊതിഞ്ഞ് രാഘവനൊരു പുതിയ ആയുധം തയ്യാറാക്കി. ദൈവത്തിൻ്റെ വലിയ ചൈതന്യമുള്ള ആ വെടിയുണ്ടയ്ക്ക് മാത്രമേ ആ ഇരുണ്ട മന്ത്രവാദത്തെ തകർക്കാൻ കഴിയൂ. അന്ന് രാത്രി കല്ലുപാറ ഗ്രാമത്തിൽ വലിയൊരു പേമാരിയായിരുന്നു. വലിയ ഇടിമിന്നലും കാറ്റും ഗ്രാമത്തെ അക്ഷരാർത്ഥത്തിൽ വിറപ്പിച്ചു. മരങ്ങൾ കാറ്റിൽ വലിയ ശബ്ദത്തോടെ ആടിയുലഞ്ഞു. മഴയെ വകവയ്ക്കാതെ രാഘവൻ തൻ്റെ ഒറ്റക്കുഴൽ തോക്കുമായി വീണ്ടും ആ കൃഷിയിടത്തിൽ പോയി നിന്നു. ഇന്ന് ഒന്നുകിൽ ആ പന്നി ചാകും, അല്ലെങ്കിൽ താൻ ചാകും എന്ന ഉറച്ച തീരുമാനത്തിലായിരുന്നു അയാൾ. രാഘവൻ മഴയത്ത് വലിയൊരു പാറയ്ക്ക് പിന്നിൽ ശ്വാസമടക്കി പതുങ്ങി നിന്നു. ആകാശം വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിക്കുന്നതുപോലെ ഇടിമുഴക്കങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. കാറ്റ് അതിശക്തമായി മൂളിക്കൊണ്ട് മരച്ചില്ലകളെ ഒടിച്ചു താഴെയിട്ടു. ആ വലിയ ഗ്രാമം മുഴുവൻ ഇരുട്ടിൽ ഭയന്നു വിറയ്ക്കുകയായിരുന്നു. ഗ്രാമവാസികളെല്ലാവരും വീടുകൾക്കുള്ളിൽ വാതിലുകൾ ഭദ്രമായി അടച്ച് പ്രാർത്ഥനയോടെ കഴിഞ്ഞു. അവർക്കെല്ലാവർക്കും രാഘവനിൽ മാത്രമായിരുന്നു ഒരേയൊരു പ്രതീക്ഷ. രാഘവന്റെ ശരീരം കൊടും തണുപ്പിൽ മഴയത്ത് പൂർണ്ണമായും നനഞ്ഞ് മരവിച്ചിരുന്നു. എന്നാൽ അയാളുടെ തോക്ക് മാത്രം അയാൾ തൻ്റെ പഴയ മഴക്കോട്ടിനുള്ളിൽ ഭദ്രമായി പൊതിഞ്ഞു പിടിച്ചിരുന്നു. തോക്കിലെ മരുന്ന് നനഞ്ഞാൽ പിന്നെ ആ രാത്രി തനിക്ക് ജീവൻ ബാക്കിയുണ്ടാകില്ല എന്ന് അയാൾക്കറിയാമായിരുന്നു. അയാളുടെ വിരലുകൾ തോക്കിൻ്റെ കാഞ്ചിയിൽ പതുക്കെ തലോടിക്കൊണ്ടിരുന്നു. ഭഗവതിയുടെ ഭസ്മം പുരട്ടിയ ആ പ്രത്യേക വെടിയുണ്ടയിലാണ് ഇപ്പോൾ ആ നാടിൻ്റെ മുഴുവൻ വിധിയും ഇരിക്കുന്നത്. പാതിരാത്രി കഴിഞ്ഞ സമയം. കാറ്റിൻ്റെ ഗതി പെട്ടെന്ന് മാറി. മഴയുടെ വലിയ ശബ്ദത്തിനിടയിലും വളരെ ഭയാനകമായ ഒരു ശ്വാസോച്ഛ്വാസത്തിൻ്റെ ശബ്ദം രാഘവൻ കേട്ടു. ഉണങ്ങിയ മരക്കൊമ്പുകൾ വലിയ ശബ്ദത്തോടെ ഒടിയുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ആകാശത്തുണ്ടായ വലിയൊരു മിന്നൽ വെളിച്ചത്തിൽ അയാൾ ആ ഭയാനകമായ കാഴ്ച കണ്ടു. കാടിൻ്റെ കനത്ത ഇരുളിൽ നിന്ന് ആ ഭീമാകാരനായ കാട്ടുപന്നി കൃഷിയിടത്തിലേക്ക് നടന്നു വരികയാണ്. മഴവെള്ളം അതിൻ്റെ കറുത്ത ശരീരത്തിലൂടെയും വാളിനേക്കാൾ മൂർച്ചയുള്ള ആ വലിയ കൊമ്പുകളിലൂടെയും ഒഴുകിയിറങ്ങുന്നുണ്ടായിരുന്നു. അതിൻ്റെ കണ്ണുകൾ കൊടിയ ദേഷ്യത്തോടെ വലിയ തീക്കനൽ പോലെ ഇരുട്ടിൽ തിളങ്ങി. അവിടെയുള്ള ഓരോ വാഴത്തൈകളും അത് യാതൊരു ദയയുമില്ലാതെ കുത്തിമറിച്ചിട്ടു. അത് വലിയ ശബ്ദത്തിൽ കൊമ്പുകൾ കൊണ്ട് ചെളിമണ്ണ് കുത്തിയിളക്കി വായുവിലേക്ക് തെറിപ്പിച്ചു. അത് വെറുമൊരു മൃഗമായിരുന്നില്ല, കൊടും നാശം വിതയ്ക്കാൻ വന്ന വലിയൊരു ദുഷ്ടശക്തി തന്നെയായിരുന്നു. തൻ്റെ ഇര അവിടെ എവിടെയോ ഒളിച്ചിരിപ്പുണ്ടെന്ന് ആ മൃഗത്തിന് കൃത്യമായി മനസ്സിലായി. സസാധാരണ മൃഗങ്ങളെപ്പോലെയല്ല, അതിന് വലിയ ബുദ്ധിയുണ്ടായിരുന്നു. കാത്തിൽ രാഘവന്റെ ഗന്ധം അത് വേഗത്തിൽ തിരിച്ചറിഞ്ഞു. നിലത്ത് മണം പിടിച്ചുകൊണ്ട് അത് നേരെ രാഘവൻ നിൽക്കുന്ന പാറയ്ക്ക് നേരെ തിരിഞ്ഞു നിന്നു. ഇരുട്ടിൽ ആ തിളങ്ങുന്ന കണ്ണുകൾ രാഘവന്റെ മേൽ പതിച്ചു. ഇനി അവിടെ ഒളിച്ചിരുന്നിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് രാഘവന് മനസ്സിലായി. രാഘവൻ പാറയുടെ മറവിൽ നിന്ന് ധൈര്യത്തോടെ മഴയത്തേക്ക് പുറത്തു വന്നു. തോക്ക് നനയാതിരിക്കാൻ അയാളത് താഴേക്ക് തന്നെ പിടിച്ചിരുന്നു. ആ ഭീമൻ മൃഗവും രാഘവനും തമ്മിൽ മുഖാമുഖം നിന്നു. ഒരു നിമിഷം ആ കാട്ടുപന്നി രാഘവനെ ഉറ്റുനോക്കി. ഒട്ടും ഭയമില്ലാതെ നിൽക്കുന്ന ഈ മനുഷ്യൻ അതിനെ ശരിക്കും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടാകണം. എന്നാൽ ആ നിശബ്ദതയ്ക്ക് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. ഒരു നിമിഷം പോലും വൈകാതെ അത് രാഘവന് നേർക്ക് അതിശക്തമായി പാഞ്ഞെടുത്തു.
അത് ഓടി വരുമ്പോൾ ചെളിമണ്ണ് നാലുപാടും തെറിക്കുന്നുണ്ടായിരുന്നു. ഭൂമി ശരിക്കും കുലുങ്ങുന്നത് പോലെ രാഘവൻ അനുഭവപ്പെട്ടു. അതിൻ്റെ ലക്ഷ്യം രാഘവൻ്റെ നെഞ്ചായിരുന്നു. രാഘവൻ തൻ്റെ തോക്ക് പതിയെ മുകളിലേക്ക് ഉയർത്തി. ആ വലിയ ജീവി തൊട്ടുമുന്നിലെത്തുമ്പോൾ മാത്രം വെടിവെക്കുക എന്നതായിരുന്നു അയാളുടെ ലക്ഷ്യം. ഇത്തവണ അയാളുടെ ലക്ഷ്യം പന്നിയുടെ നെറ്റിയോ വലിയ നെഞ്ചോ ആയിരുന്നില്ല. മറിച്ച് അതിൻ്റെ കഴുത്തിൽ കിടക്കുന്ന ആ ചെറിയ കറുത്ത ചെമ്പ് തകിടായിരുന്നു. വളരെ സൂക്ഷ്മമായൊരു ലക്ഷ്യം. രാത്രിയിലെ ഇരുട്ടിലും മഴയത്ത് മൂടിവരുന്ന ഒരു മൃഗത്തിൻ്റെ കഴുത്തിലെ ചെറിയ തകിടിലേക്ക് വെടിവെക്കുക എന്നത് അസാധ്യമായ കാര്യമാണ്. ഒരു സെക്കൻഡ് പിഴിച്ചാൽ ആ പന്നിയുടെ കൊമ്പുകൾ രാഘവൻ്റെ വയറ് കീറുമുറിക്കും. ദൂരം വളരെ വേഗത്തിൽ കുറഞ്ഞുകൊണ്ടിരുന്നു. ആ ഭീമൻ മൃഗം രാഘവൻ്റെ തൊട്ടുമുന്നിലെത്തിക്കഴിഞ്ഞിരുന്നു. അതിൻ്റെ ശ്വാസത്തിൻ്റെ ചൂട് രാഘവന് അനുഭവപ്പെടാൻ തുടങ്ങി. കൂർത്ത കൊമ്പുകൾ രാഘവന് നെഞ്ചിലേക്ക് കുതിച്ചു കയറാൻ ഒരുങ്ങി. രാഘവൻ്റെ വിരലുകൾ തോക്കിൻ്റെ കാഞ്ചിയിൽ മുറുകി. മരണത്തിലും ജീവനുമിടയിലുള്ള ആ ചെറിയ നിമിഷം. രാഘവൻ ഭഗവതിയെ മനസ്സിൽ ധ്യാനിച്ച് കണ്ണുകൾ തുറന്നു പിടിച്ചു. പെട്ടെന്ന് ആകാശത്ത് അന്ധകാരം മാറ്റി വലിയൊരു മിന്നൽ പിണറുണ്ടായി. ആ വലിയ മിന്നൽ വെളിച്ചത്തിൽ പന്നിയുടെ കഴുത്തിൽ കിടക്കുന്ന ആ കറുത്ത ചെമ്പുതകിട് രാഘവന് വളരെ വ്യക്തമായി കാണാൻ കഴിഞ്ഞു. മഴവെള്ളം തട്ടി അത് തിളങ്ങുന്നുണ്ടായിരുന്നു. ലക്ഷ്യം പൂർണ്ണമായും ഉറപ്പിച്ച ആ നിമിഷത്തിൽ രാഘവൻ തൻ്റെ വിരലുകൾ കാഞ്ചിയിൽ അതിശക്തമായി അമർത്തി. മഴയുടെയും കാറ്റിൻ്റെയും വലിയ ശബ്ദത്തെ കീറിമുറിച്ചുകൊണ്ട് ഇടിമുറുക്കം പോലെ ആ ഒറ്റക്കുഴൽ തോക്കിൽ നിന്നും വെടിയൊച്ച മുഴങ്ങി. തോക്കിൻ്റെ ബാരലിൽ നിന്ന് തീപ്പൊരികൾ മഴയത്തേക്ക് തെറിച്ചു. ഭഗവതിയുടെ ഭസ്മത്തിൽ പൊതിഞ്ഞ ആ ഈയ വെടിയുണ്ട കാറ്റിലൂടെ അതിവേഗം ചീറിപ്പാഞ്ഞു. കൃത്യം ആ മന്ത്രത്തകിടിലേക്ക് തന്നെ അത് അതിശക്തമായി തുളച്ചു കയറി. വലിയൊരു തീപ്പൊരിയോടെ ആ ചെമ്പുതകിട് രണ്ടായി പൊട്ടിത്തെറിച്ചു. വെടിയുണ്ടയുടെ ശക്തിയിൽ ആ കറുത്ത ചരട് പൊട്ടി താഴെ വീണു. അതോടെ ആ പന്നിയുടെ ദേഹത്തുകൂടിയുണ്ടായിരുന്ന ദുർമന്ത്രവാദത്തിൻ്റെ വലിയ ശക്തി പൂർണ്ണമായും ഇല്ലാതായി. അസാധാരണമായ ആ മാന്ത്രിക ശക്തി നഷ്ടപ്പെട്ട ആ നിമിഷം ആ ഭീകരൻ സാധാരണ ഒരു മൃഗമായി മാറി. സ്വന്തം ശക്തി നഷ്ടപ്പെട്ട അത് വല്ലാത്തൊരു ശബ്ദത്തിൽ അലറി. സ്വന്തം വലിയ ശരീരത്തിൻ്റെ ഭാരവും വേഗതയും നിയന്ത്രിക്കാൻ കഴിയാതെ അത് രാഘവൻ്റെ കാലുകൾക്ക് തൊട്ടു മുൻപിൽ വലിയ ശബ്ദത്തോടെ ചെടിയിലേക്ക് വീണു. അതിൻ്റെ കൊമ്പുകൾ രാഘവൻ്റെ കാൽമുട്ടിന് തൊട്ടു താഴെ വരെ എത്തിയിരുന്നു. രക്തം കലർന്ന ചെളിവെള്ളം രാഘവൻ്റെ ദേഹത്തേക്ക് തെറിച്ചു. അതവസാനമായി നിലത്ത് കിടന്ന് അതിശക്തമായി ഒന്ന് പിടഞ്ഞു. ഭയാനകമായ അതിൻ്റെ ചുവന്ന കണ്ണുകൾ എന്നേക്കുമായി അടഞ്ഞു. ആ ഗ്രാമത്തെ വിറപ്പിച്ച ഭയാനകമായ ആ കറുത്ത ശാപം അവിടെ എന്നേക്കുമായി തീർന്നു. രാഘവൻ പുകയുന്ന തോക്കുമായി കനത്ത മഴയത്ത് വലിയൊരു ആശ്വാസത്തോടെ നിന്നു. അയാളുടെ ശരീരത്തിലെ വിറയൽ മാറാൻ പിന്നെയും കുറേ സമയമെടുത്തു. ആകാശം അപ്പോഴും ഇരമ്പുന്നുണ്ടായിരുന്നു. എന്നാൽ കാറ്റിൻ്റെ കോപം പതിയെ കുറഞ്ഞു വന്നു. വലിയൊരു ഭാരമിറക്കി വെച്ചതുപോലെ രാഘവൻ അവിടെ തന്നെ ഇരുന്നു പോയി. പിറ്റേന്ന് രാവിലെ മഴ തോർന്ന് സൂര്യൻ ഉദിച്ചപ്പോൾ കല്ലുപാറ ഗ്രാമം ആ വലിയ വാർത്ത കേട്ടാണ് ഉണർന്നത്. ഭീമൻ കാട്ടുപന്നി ചത്തുകിടക്കുന്ന ആ കൃഷിയിടത്തിലേക്ക് ഗ്രാമവാസികൾ എല്ലാവരും ഓടിയെത്തി. ആ വലിയ മൃഗത്തിൻ്റെ യഥാർത്ഥ വലിപ്പം കണ്ട് അവർ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. തങ്ങളെ രക്ഷിച്ച രാഘവനെ അവർ കാട്ടുദൈവത്തെ പോലെ കണ്ടു. പലരും രാഘവൻ്റെ കൈകൾ പിടിച്ച് നിറകണ്ണുകളോടെ നന്ദി പറഞ്ഞു. എന്നാൽ ആ കഥ അവിടെ അവസാനിച്ചിരുന്നില്ല. അങ്ങുച്ചയോടെ കാട്ടിൽ വിറക് പെറുക്കാൻ പോയ ചിലർ വേറൊരു കാഴ്ച കൂടി കണ്ടു. കാടിൻ്റെ അതിർത്തിയോട് ചേർന്നുള്ള ആ പഴയ ഗുഹയിൽ ചോരയൊടിപ്പിച്ച് മരിച്ചു കിടക്കുന്ന മന്ത്രവാദി ഭൈരവൻ. പന്നിയുടെ കഴുത്തിലെ തകിട് തകർന്നപ്പോൾ ആ ദുർമന്ത്രവാദിയുടെ ജീവനും അതോടൊപ്പം ഇല്ലാതായിരുന്നു. ചെയ്ത പാപങ്ങൾക്കുള്ള വലിയ ശിക്ഷ പ്രകൃതി തന്നെ അയാൾക്ക് നൽകി. രാഘവൻ എന്ന ആ യഥാർത്ഥ നാടൻ വേട്ടക്കാരൻ്റെ ബുദ്ധിയും ധൈര്യവും ആ ഗ്രാമത്തെ വലിയൊരു നാശത്തു നിന്നാണ് രക്ഷിച്ചത്. സായിപ്പന്മാരുടെ വില കൂടിയ തോക്കുകൾക്ക് മാത്രമല്ല, നാടൻ വേട്ടക്കാരുടെ അനുഭവ സമ്പത്തിലും കാടിനെ കീഴടക്കാൻ കഴിയുമെന്ന് രാഘവൻ ലോകത്തിന് തെളിയിച്ചു. ഇന്നും കല്ലുപാറ ഗ്രാമത്തിൽ മഴ പെയ്യുന്ന രാത്രികളിൽ കാരണവന്മാർ കുട്ടികൾക്ക് ഈ വലിയ കഥ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇരുളിൽ പതിയിരിക്കുന്ന മന്ത്രവാദങ്ങളെ തോൽപ്പിച്ച രാഘവൻ്റെ ആവേശം നിറയുന്ന യഥാർത്ഥ നാടൻ വേട്ടക്കഥ.